ശശികുമാർ. ജയിലിനുള്ളിലായി ഗൈസ്. അപ്പൊ ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. അഖില ശശികുമാർ എല്ലാരെയും കുളിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പോകുന്നൊരു യാത്രയാണ് കേട്ടോ. വേറൊരിടത്തുമല്ല, ബാംഗ്ലൂരിലോട്ടാണ്. അങ്ങനെ അമ്മയ്ക്ക് ബായൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുവാണ് കേട്ടോ. സാധാരണഗതിയിൽ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടുവിടാൻ പപ്പയോ അനിയനോ ഉണ്ടാകും. ഇന്ന് അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്താണ് കേട്ടോ പോകുന്നത്. ആൻഡ് കൊച്ചുവേളിയിൽ നിന്നായിരുന്നു എനിക്ക് ട്രെയിൻ. ലാസ്റ്റ് ഞാൻ ബാംഗ്ലൂരിൽ പോയത് 2024 എൻ്റെ കോൺവെക്കേഷന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇന്നാണ് ഞാൻ ബാംഗ്ലൂരിലോട്ട് പോകുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ പണ്ട് താമസിച്ച വീട്ടിൽ ഗായത്രി ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ് ഗായത്രി. അപ്പോൾ അവിടെ ഒന്നും കൂടി നിൽക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോകുന്നത്. ഹരിപ്പാട് വരെ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ആൻഡ് അവിടെ നിന്ന് അഗി കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അഗി കയറിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അവൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. ഞാൻ അതിനുശേഷം കഴിച്ചു. കുറച്ച് നേരം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. ബാംഗ്ലൂർ KR പുരത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. പക്ഷെ അഗി കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 6:30 അവൾ എണീറ്റു. അതിനുശേഷം എന്നെ വിളിച്ചു. രാവിലെ എണീറ്റപ്പോൾ ഇത് സ്ലീപ്പറാണോ ജനറലാണോ എന്ന് എന്നെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത്. ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വഴിയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതിവിടെ അന്ന് വന്നിട്ടുണ്ട്, ഇവിടെ അന്ന് ഇത് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞാണ് പോയത്. ആൻഡ് പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു ഞങ്ങളുടെ കോളേജും. അന്ന് ആ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കോളേജ്, രേവ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഇതേ വണ്ടിയിലിരുന്ന് കോളേജൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു കേട്ടോ. ഈ വഴി കൂടിയാണ് ഞങ്ങൾ നടന്നിട്ടാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. വഴിയിൽ കുറച്ച് കടകൾ വന്നു, അങ്ങനെയൊക്കെ. ഈ കട ഇപ്പോൾ വന്നതാണ്, ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലായിരുന്നു. ഇന്ന് ഗാത്രിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞി കേക്ക് മേടിച്ചു. ആൻഡ് ഇതാണ് നമ്മുടെ സ്വർഗം, സായി രക്ഷ 124. 2 വർഷം നമ്മൾ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് എനിക്കൊരു സെക്കൻഡ് ഹോം ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് കയറി ഗായത്രിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് 2 വർഷം മുന്നേ ഞങ്ങൾ എഴുതിയ സാധനങ്ങളാ ഇതൊക്കെ. ഡിന്നർ മൺഡേ കഞ്ഞി, ട്യൂസ്ഡേ മാഗി, വെനസ്ഡേ ഉപ്പുമ. അയ്യോ. ബ്രേക്ക്ഫാസ്റ്റ് വെൽക്കം ഗാത്രി. അവസാനം ഇറങ്ങുന്ന ആള് ഗാത്രി. ലവ് യു ഗൈസ്. ടുഡേ ഈസ് മൈ ഇത് എൻ്റെ നോട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം മാഞ്ഞുപോയി. ഇന്ന് 15/9/22 ഞങ്ങളിവിടെ വന്നത്. എവർഗ്രീൻ മെമ്മറീസ്. ഇത് ഗായത്രിയുടെ ആണെന്ന് തോന്നുന്നു, അക്കാഡമിക് കലണ്ടർ. ഓ പഠിപ്പി. അഭി രാവിലെ 8 മണിക്ക് കോളേജിൽ പോകണം. അയ്യോ. മറ്റുള്ളവരുടെ പുളിയുടെ കാര്യത്തിൽ അഖി തലയിടരുത്. കുറച്ച് നേരം നമ്മുടെ ആ ബോർഡൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ നേരെ റെഡിയായി. ഇന്ന് ജയനഗർ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 വർഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്തൊരു സ്പോട്ടാണ് ജയനഗർ സ്ട്രീറ്റ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അവിടെ തന്നെയാണ് ആദ്യം പോകുന്നത്. ആൻഡ് പോകുന്നതിന് മുന്നേ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ പഞ്ചമി ഹോട്ടലാണ്. ഇവിടെ വെജ് മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങൾ മിക്കവാറും ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഒരു അമളി പറ്റി. ഞാൻ 3 നീർദോശയ്ക്ക് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയാണ് നീർദോശ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അത് അവസാനം നമ്മളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഊബർ എടുത്തിട്ട് ജയനഗറിലെത്തി. അവിടെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ 100 രൂപ മുതലൊക്കെ ടോപ്സ് കിട്ടും. നമുക്കത്ര കഴിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് ടോപ്പും ബാഗും എനിക്ക് ജീനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടെ 90% സാധനങ്ങളും ഗേൾസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. നിങ്ങളൊന്ന് തപ്പിയാൽ കുറേ സാധനങ്ങൾ കിട്ടും. ഒരുപാട് ബൊമ്മകളും അതുപോലെ കമ്മൽ, മാല, സ്ലൈഡ് ആൻഡ് ടോപ്സ്, ഒരുപാട് ക്രോപ്പ് ടോപ്സ്, ചപ്പൽസ്, ബാംഗിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ എന്തുകൊണ്ട് ഇത് മിസ് ചെയ്തു എന്ന് നമ്മൾ അവിടെ നിന്ന് ആലോചിച്ചു. ആൻഡ് ഗായത്രിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഈ ടോപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇത് ഞാനും അഗിയും കൂടി ചേർന്ന് ഗായത്രിക്ക് വാങ്ങിക്കൊടുത്തു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവൾ കുറേ നേരം ടോപ്പൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടൊക്കെയായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കും ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. ഈ കാണുന്ന ടോപ്പുകളെല്ലാം 150 ഉള്ളൂ. ഞങ്ങൾ 3 ആളും ഇവിടുന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനിയും നിന്നാൽ കയ്യിലെ പൈസ മൊത്തം പൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരെ പോയത് ബെൽ റോഡിലോട്ടാണ്. നമ്മുടെ കൂടെയുള്ള ഗാത്രിക്ക് കൊറിയൻ ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബെൽ റോഡിലുള്ള കൊറീക്കൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് നമ്മൾ പിന്നെ പോയത്. ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഈ ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ഷോപ്പിൽ പോയി ചപ്പാത്തിയും മുട്ടക്കറിയും മേടിച്ചു. ആൻഡ് ഇവർ കൊറിയൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവർക്ക് 2 പേർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഷോപ്പും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ എടുത്ത് നേരെ പോയത് വീട്ടിലോട്ടാണ്. വീട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. വിനിയക്ക, നമ്മുടെ വീടിൻ്റെ താഴെ താമസിക്കുന്ന അക്കയാണ്. അക്കയ്ക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മിസ് ചെയ്യും എന്നൊക്കെ അക്ക എപ്പോഴും പറയും. ആൻഡ് അക്ക നമ്മുടെ വീട്ടിൽ വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.